ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിൽ വെള്ളപ്പം ഉണ്ടാക്കിയത്, അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വെച്ചതായിരുന്നു നമ്മളെ ഗ്രീൻ പീസ് കറി. അപ്പോൾ ഞാൻ 2 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എടുത്തിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി വെള്ളത്തിലിട്ട് കുതിർത്ത് അടച്ച് വെച്ച് എടുത്തു വെച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ നേരത്തെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് പച്ചമുളക്, അതും ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും. പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് ഞാൻ അരിഞ്ഞെടുത്തിട്ടൊന്നുള്ള തൊലിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മല്ലി ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആവാട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, പക്ഷേ ഉപ്പിട്ട് കൊടുക്കാറില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഗ്രീൻ പീസോ കടലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെന്ത് കഴിഞ്ഞ ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറ്. അതിനുശേഷം ഒരു 2 കപ്പോളം തേങ്ങ ചിരകിയെടുത്തു. അതിലേക്ക് വലിയ ജീരകല്ലേ അത് ചേർത്ത് നന്നായിട്ട് തേങ്ങ അരപ്പ് റെഡിയാക്കിയെടുത്തു. അത് വെന്തതിന് ശേഷം നമ്മളെ ഗ്രീൻ പീസ് കറിയിലിട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറി റെഡി. ഇതുപോലെ കണ്ടോ, ഉപ്പിട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് 4 വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം തേങ്ങ ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം മാറ്റി വെക്കുക. പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തു. ഈ ചെറിയ ഉള്ളി നന്നായി മൂത്ത് വരണം. ആ മൂത്ത ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഗ്രീൻ പീസ് കറിയിലേക്ക് ഉള്ളി തൂമിച്ചതും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കുക്കറിലുള്ള കറി ഈ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതും കൂടി മേലെ തൂകി കൊടുക്കുക. നമ്മളെ സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി. അപ്പോൾ നമ്മൾ വെള്ളപ്പത്തിലോട്ടോ പൊറാട്ടയോ ചപ്പാത്തിയോ എന്തും കൂട്ടി കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, പക്ഷേ സിമ്പിളുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളെ ഈ ഗ്രീൻ പീസ് കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്. അസ്നാ സക്കേ.